ഈ രാജകുടുംബത്തിലെ ആൾക്കാർ ഇത്രയും അപ്രോച്ചബിൾ ആയത് എനിക്ക് തോന്നുന്നു ഈ ഇടയായിട്ട് അങ്ങ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കാരണം അതിനു മുമ്പ് നമ്മൾ രാജകുടുംബം, രാജാക്കന്മാർ അല്ലെങ്കിൽ തമ്പുരാട്ടിമാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്രയും അപ്രോച്ചബിൾ ആണോ, വന്ന് സംസാരിക്കാൻ പറ്റുമോ, അവർ തിരിച്ച് നമ്മളോട് സംസാരിക്കുമോ, അങ്ങനെ ഒരു ചിന്തകളുണ്ടാവും. പക്ഷെ ഇപ്പോൾ ആദിത്യവർമ്മ തമ്പുരാൻ എവിടെയെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വന്ന് സംസാരിക്കാം എന്നൊരു അവരുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ഒരുപാട് സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ കൂടുതലും ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഫോട്ടോ എടുക്കുക, അത് പലർക്കും ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ പൊതുവെ ഇപ്പൊ എന്താണ്, ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ഞാനിങ്ങനെ വായിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭരണമല്ല ഇപ്പോൾ ശരിക്കും നടക്കുന്നത്, ഇദ്ദേഹം ഇനി പൊളിറ്റിക്സിലേക്ക് വരുമായിരിക്കുമോ എന്നൊരു ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഇതുവരെ ഇല്ല. നാളത്തെ കാര്യം മനസ്സിലങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാവോ, അങ്ങനെ ഒരു ഭരണാധികാരി ഇപ്പോഴങ്ങനെ ചിന്തിച്ചിട്ടില്ല. നോക്കട്ടെ, അതാ പറഞ്ഞു ഇതുവരെ ഇല്ല. ഈ സിനിമാ താരങ്ങൾക്ക് നമ്മൾ ഫാൻസ് പേജുകൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഫാൻസ് പേജ് വരെ കുറവാണ്. ആ സമയത്ത് സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്ന ഒരു ഫാൻ പേജ് ഉള്ള ഒരു ഒന്നല്ല ഒരുപാട് ഫാൻ പേജ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്റെ അറിവിൽ ഒരുപാടുണ്ടോ? ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ ഒരു 4 എണ്ണം കണ്ടു. ഒരെണ്ണമാണ് മെയിൻ ആയിട്ട് കത്തി നിൽക്കുന്നത്. ഒരെണ്ണത്തിൽ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് തുടങ്ങിയതാണ്. കുറച്ച് വീഡിയോസും കാര്യങ്ങളും. ഇപ്പൊ ഈയിടയ്ക്ക് ഇവര് വന്ന് നന്ദഗോവിന്ദം ഭജൻസ് വന്നിരുന്നു. അപ്പോൾ അവര് വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ അതിനും ചില പ്രത്യേക വിഭാഗം എന്താണ്, തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതിന് നെഗറ്റീവായിട്ട് അതിന് എന്തോന്നോ ബാക്കി എന്താണ് ജാതിയും എന്തോന്നോ റിലിജിയൻ എന്തൊക്കെയോ പറഞ്ഞെഴുതിയിട്ടുണ്ട്. ഇതിന്റെ പുറവിൽ അതൊക്കെയാണ് അവരിവിടെ അമ്പലത്തിൽ വന്നു, പാടി, ഇവിടെ വന്നു, നമ്മളെ കാണാൻ വന്നു. അതിലിപ്പോ ഇത്ര വിമർശിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെയാ കാണുന്നത് ശരിക്കും? ഒരളവിന് വരെ വിമർശനങ്ങളൊക്കെ നമ്മൾ എന്താണ് വായിക്കാറുണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന വിമർശനങ്ങൾ ഇപ്പൊ ഞാനായാലും ആരായാലും ഇടുന്നത് ശരിയല്ല. അത് ഈ നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കല്ലെറിയുന്ന പോലെയാണ്, ദൂരെ നിന്ന് ഇറങ്ങിട്ട് ഓടിക്കളയും. അവരവരുടെ അഭിപ്രായം പറയുന്നു. അത് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് അവരുമായിട്ട് വഴക്ക് പിടിക്കും. നമ്മൾ പരസ്പരം കാണാത്ത ആൾക്കാരെ തമ്മിലാണ് വഴക്ക് പിടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ 90%. അങ്ങേക്ക് വേണ്ടി തല്ലുപിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളും ഉണ്ടായിരുന്നത്. ആ സ്നേഹമൊക്കെ എങ്ങനെയാ കാണുന്നത് ശരിക്കും? സ്നേഹം ശരിക്കും നമുക്കിപ്പോ എന്താണ്, രാജഭരണമില്ല, ഒന്നുമില്ല. നമ്മൾ സാധാരണ എന്താണ് ഡെമോക്രാസിയിൽ സാധാരണ ജനങ്ങളായിട്ട് ജീവിക്കുക. എന്നിട്ടും ഈ ആൾക്കാർക്ക് സ്നേഹമുള്ളതുകൊണ്ട് അതാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. ഈ ഓറ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം അങ്ങ് വന്നിറങ്ങുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങയുടെ പ്രസൻസ് ശരിക്കും അത് ആൾക്കാർ കമൻറ്റ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരെ പൾസി പറയുന്നത് കമൻസിലൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഓ ഗൂസ് ബംസ് വന്നുപോയി, അതെന്താ വരുന്നത്, അതെന്താ, അത് ഇപ്പോഴും ഭരണമല്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം വികാരമുണ്ട്. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും? നേരിട്ട് കാണുമ്പോഴും ഈ ഒന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ ഞാൻ ഇപ്പൊ അത് പറഞ്ഞോണ്ട് പറയാ, ചില ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവര് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോ, ടെൻഷനിലായി. എന്താ ടെൻഷൻ? ഇല്ലില്ല, ടെൻഷനിലായിപ്പോയി. നേരിട്ട് കാണുമ്പോഴും ഒരുപാട് പേര് സ്നേഹത്തോട് സംസാരിക്കാറുണ്ട്. ചിലര് കണ്ടിട്ട് അറിയാത്ത രീതിയിൽ പോവാറുണ്ട്. അത് നമ്മൾ പേടിച്ചിട്ടോ. ഈ കമന്റ് സെഷൻ പറയുമ്പോൾ 2 സെഷനാണല്ലോ. അവിടെ പോസിറ്റീവായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ തന്നെ നെഗറ്റീവായിട്ടുള്ളവരുണ്ട്. ഇപ്പം അങ്ങേ തമ്പുരാൻ എന്ന് വിളിക്കുന്നതിൽ പോലും പലർക്കും പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, എൻ്റെ ആധാറില്, എൻ്റെ പാസ്പോർട്ടില്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസില് പേര് നോക്കാൻ ആദിത്യവർമ്മ. ഞാൻ റോയൽ ഫാമിലി ജനിച്ചു. ചില ആൾക്കാർ പറഞ്ഞു മുൻ രാജകുടുംബം. അതെങ്ങനെ മുൻ രാജകുടുംബം? കുടുംബം ഇപ്പോഴും ഇല്ലേ? ഉണ്ട്. മുൻ രാജാവ് ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറയാം, പക്ഷെ രാജകുടുംബം ഇപ്പോഴും ഉണ്ട്. മുൻ രാജകുടുംബം എന്ന് പറയാം. ഞാനിപ്പോഴാ കുടുംബത്തിൽ, അപ്പം മുന്നെങ്ങനെയാവും? ഞാനുണ്ടല്ലോ, ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. തമ്പുരാന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു കാസ്റ്റിന്റെ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തമ്പുരാന്ന് ഇപ്പൊ നമ്പൂരിപ്പാട്, അങ്ങനെ നായർ, പിള്ള,
കുറുപ്പ്, അതുപോലെ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. പിന്നെ ഈ ചില ആൾക്കാർ അത് തമ്പുരാൻ എന്ന് പറഞ്ഞ രാജാവാണ്, ആ രാജഭരണം ഇല്ലാണ്ട് തമ്പുരാൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ ചിലരെ പറയില്ലേ അമ്പലമില്ല ഈശ്വരനില്ല, ചിലർ ഈശ്വരനുണ്ട് അമ്പലമുണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കാസ്റ്റാണ്. ഞാൻ ആരെയും പറയാറില്ല എന്നെ തമ്പുരാനെ വിളിക്കണമെന്നൊന്നും. പിന്നെ ചിലതുണ്ട് നാള് പറഞ്ഞു വിളിക്കും, അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ എഴുന്നള്ളിയായാലും അങ്ങനെയൊക്കെ വരാറുണ്ട് ശരിക്കും. തമാശയൊക്കെ പറയാറില്ല, അങ്ങനെയൊന്നും ഇപ്പോഴും അങ്ങനെയൊന്നും പറയാറില്ല. ചില ഈ അമ്പലങ്ങളിൽ ഫംഗ്ഷന് പോകുമ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മുടെ പേര് ഈ പറഞ്ഞ നാള് വെച്ചിട്ടാണ്. എല്ലാവരുടെയും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് നാള് വെച്ചിട്ടാണ്. ഇത് പണ്ടൊക്കെ ഈ രാമവർമ്മ എന്ന് പറയുന്ന 3-4 പേര് കാണും. അപ്പൊ നാള് വെച്ചിട്ട് വേണം ഇവരെ അറിയാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ളത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ എവിടെയൊക്കെയാണ് നിധി ഉള്ളതെന്ന് അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാനിവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഭയങ്കര ഒരു എന്താ പറയാ, നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ഏറ്റവും വലിയ നിധി. അതെ, മുമ്പിൽ തന്നെ ഇരിക്കല്ലേ ഏറ്റവും വലിയ നിധി. അതിന്റെ ഭാഗ്യം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ കുഴിച്ചു നോക്കി എന്തെങ്കിലും കിട്ടുമോ? നോക്കിക്കോളൂ, അനുവാദം വേണ്ടേ കുഴിക്കാൻ? ഇതിൻ്റെ അത് അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ രണ്ടാമത് വാങ്ങിച്ചതാ, 1920s വാങ്ങിച്ചതാ. ഈ പോർഷൻ 1930s കിട്ടിയത്. ഗാന്ധിജി വന്നതൊക്കെ ഞങ്ങൾ ആദ്യം വന്നിരുന്നില്ലേ, ആ റൂമിലാണ് ഗാന്ധിജി വന്നത്. ഗാന്ധിജി ആ സെയിം കാർപ്പറ്റിലായിരുന്നു. അദ്ദേഹം ചെയറിലല്ല കാർപ്പറ്റിലായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ചു. ഇത്ര നാളൊക്കെ നിൽക്കുമല്ലേ കാർപ്പറ്റൊക്കെ? ഇരുന്നുകൊണ്ടായിരിക്കും. അതൊക്കെ കൊള്ളാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രാജകുടുംബം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് കലാപരമായിട്ടുള്ള പല വാസനകളും ഉണ്ടാവും എന്ന് പറയാം. ആദിത്യവർമ്മയെ സംബന്ധിച്ച് തമ്പുരാനുള്ള കലാവാസന. എനിക്ക് ചേട്ടൻ ഈസ് എ ക്ലാസിക്കൽ സിംഗറാണ്, മ്യൂസീഷ്യനാണെന്നുള്ളത്. പ്രിൻസ് രാമവർമ്മ. അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട്, ഒരുപാട് കോൺസേർട്സ് നടത്താറുണ്ട് ഇന്ത്യക്കും വിദേശത്തുമൊക്കെ. ഈയിടെ ഫിലിപ്പീൻസ് പോയിരുന്നു, പിന്നെ ഇടയ്ക്ക് ദുബായ്, US ഇവിടെയൊക്കെ അദ്ദേഹം സ്ഥിരം പോകാറുള്ള. എനിക്കങ്ങനെ നമുക്കൊക്കെ രാജകുടുംബത്തിലുള്ള എല്ലാവരും പാട്ട് പാടുമെന്നാ. പാട്ട് അങ്ങനെ ഞാൻ കലയിലോട്ടില്ല. വീണ പഠിച്ചിട്ടുണ്ട് ഒരു 5 വർഷം. പിന്നെ ഇപ്പോഴും കുറച്ച് പുല്ലാങ്കുഴൽ വായിക്കാൻ ശ്രമിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വായ്പാട്ടില്ല. ഓക്കെ, എന്തായാലും സംഗീതത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതേപോലെ തന്നെ ഈ ക്രേസ് എന്താണെന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് തമ്പുരാനെ പറ്റി ആലോചിക്കുമ്പോൾ കുറേ കാറുകൾ വരും, പല മോഡൽ കാറുകൾ വരും. ഈ ക്രേസിലേക്ക് എപ്പോഴാണ്? ഞാനത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 11 വയസ്സിലാണ് തുടങ്ങിയത് ഡ്രൈവിംഗ്. പഴയ ഒരു വോക്സ് വാഗൺ ബീറ്റില് പണ്ട്. ഇപ്പോഴും സ്ഥലത്തില്ല, പക്ഷെ വർക്ക്ഷോപ്പിൽ കിടക്കാണ്. അമേരിക്കൻ കുറച്ച് പാർട്സ് ഒക്കെ വരുത്തി റിപ്പയറിങ് ആൻഡ് റെസ്റ്റോറേഷൻ നടക്കാണ്. അപ്പൊ അതിലിങ്ങനെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് ഏറ്റവും പഴയ മോഡലാണ്, 1967 or 68 മോഡലാണ്. അപ്പൊ അതിന് 11 വയസ്സിന് പൊക്കമില്ല, ഒരു തലയണൊക്കെ വെച്ച് വല്യച്ഛനാണ് പഠിപ്പിച്ചത് ആദ്യം.